ഓരോ വാഹനപ്രേമിയും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് സ്വന്തമായിട്ടൊരു വാഹനം മേടിക്കുക അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ സ്വന്തമായി ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കിയ ഒരു കഥ അല്ലെങ്കിൽ ഒരു ചരിത്രമുള്ള പാർത്ഥസാരഥി ബസ്സാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും മോഗ്ര വ്ളോഗേഴ്സിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ ഹിന്ദുവല്ല, മുസ്ലിമല്ല, ക്രിസ്ത്യനല്ല, പേരും മനുഷ്യൻ, മതം നിർബന്ധമെങ്കിൽ നിനക്ക് മുന്നിൽ ഞാൻ പേരും വരത്താൻ, ചോര കണ്ടാൽ പേടിക്കുന്ന കൂട്ടത്തിൽ 2016 രജിസ്ട്രേഷൻ പ്രകാശ് ബോഡി നിർമ്മിതമായ അശോക് ലൈലാൻഡ് ചേസിലിറങ്ങിയ ഗ്രാൻഡ് BMR ബസ്സാണ് നമുക്കിന്ന് റിവ്യൂ ചെയ്യാനുള്ളത്. പാപ്പനംകോട് വിഴവൂരിൽ പ്രവർത്തിച്ചു വരുന്ന പാർത്ഥസാരഥി ബസ്. നമുക്കറിയാം ഓരോ ബസ്സും എപ്പോഴും വ്യത്യസ്തമാകുന്നത് അതിൻ്റെ നിക് നെയിം കൊണ്ടാണ്. ഇവിടെ പാർത്ഥസാരഥി ഈ ബസ്സിന് കൊടുത്തിരിക്കുന്ന നിക് നെയിം രാജാവിൻ്റെ മകൻ എന്നാണ്. നമുക്കറിയാം ഗ്രാൻഡ് BMR ബോസ് ഈ രണ്ട് മോഡൽ ബസ്സുകൾക്ക് മാത്രമേ ഈ ഒരു സ്ക്വയർ ലൈറ്റ് കാണാൻ സാധിക്കുകയുള്ളൂ. സിംഗിൾ, അതായത് ഡ്യുവൽ ലൈറ്റും ഒരുമിച്ച് ഒറ്റ സെറ്റായി ഒരു സ്ക്വയർ ലൈറ്റായിട്ട് വന്നു. ഇനി അതിൻ്റെ കൂടെ തന്നെയാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റും കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ട് താഴെയായിട്ട് ഒരു ഫോഗ് ലൈറ്റും അതിൻ്റെ ഇടതുവശത്തായിട്ട് രണ്ടിൻ്റെയും ഓരോ വശങ്ങളിലായിട്ട് ഓരോ എക്സ്ട്രാ ഹാലജൻ ലൈറ്റും കാണാം. നമുക്കറിയാം ഇതിൻ്റെ ഫ്രണ്ടിലൊരു എക്സ്ട്രാ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ അത്യാവശ്യം നമുക്കറിയാം ഇതൊരു ഹൈ റേഞ്ചൊക്കെ കയറുമ്പോൾ ഏറ്റവും അത്യാവശ്യം ഒരു എക്സ്ട്രാ ലൈറ്റാണ്. കാരണം മെയിൻ ലൈറ്റ് പോയിട്ട് തൊട്ട് താഴെയുള്ള രീതിയിൽ നല്ല രീതിയിലുള്ളൊരു പ്രകാശം അടിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ലൈറ്റ് ഉപയോഗിക്കുന്നത്. നമുക്കിതിൻ്റെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇതിനെ ഗ്രാൻഡ് BMR എന്ന് വിശേഷിപ്പിക്കാവുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലെ ഈ ബോണറ്റിൻ്റെ ഷേപ്പാണ്. അതായത് ഈ വണ്ടി നല്ല ഒരു ഫ്രണ്ട് ഒതുങ്ങിയ ഒരു ഒതുങ്ങിയ ഫ്രണ്ടുള്ള വണ്ടി എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫ്രണ്ട് വന്നിരിക്കുന്നത്. ഇതിന് തൊട്ട് താഴെയായിട്ട് നമുക്കൊരു റേഡിയേറ്റർ ഗ്രില്ല് കാണാം. ഈ ഗ്രില്ലിൻ്റെ നടുക്കായിട്ട് പ്രകാശിൻ്റെ ആദ്യത്തെ എംബ്ലം P എന്ന് വരുന്ന രീതിയിലുള്ള പ്രകാശിൻ്റെ ആദ്യത്തെ എംബ്ലം നമുക്കിവിടെ കാണാം. അത് ഈ ഒരു റേഡിയേറ്ററിൻ്റെ തൊട്ട് നടുക്കായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ബസ്സിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഗ്രാൻഡ് BMR ബസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നതും ഈ ഒരു കണ്ണാടി അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഗ്ലാസ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് എൻഡ് വരുമ്പോൾ ഇത് ഇങ്ങനെ ഒരു ചെറിയ ഒരു നാരോ ആണ്. അതായത് സൈഡിലോട്ട് മുകളിലോട്ട് വരുമ്പോൾ വീതി കുറയും, താഴോട്ട് ഒരു ഒറ്റ സ്ക്വയർ അല്ല, മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതോറും വീതി കൂടുന്ന രീതിക്കാണ് ഈ ഒരു ഗ്ലാസ് പോർഷൻ അവർ ചെയ്തിരിക്കുന്നത്. ഇനി ബാക്കി വൈപ്പറെല്ലാം സാധാരണ രീതിയിൽ തന്നെയാണ്. രണ്ട് സൈഡിൽ നല്ല ഫുൾ വൈപ്പ് ചെയ്തെടുക്കുന്ന രീതിയിലാണ് വൈപ്പർ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ കൊമ്പാണ്. കൊമ്പിൽ ആദ്യമായി സ്ക്വയർ, അതായത് സാധാരണ ഒരു ഫ്ലൂയിഡിക് ഡിസൈൻ ഇപ്പോൾ നൽകുമ്പോൾ പണ്ട് ഈ ഒരു ഗ്രാൻഡ് BMR ഇറങ്ങിയ സമയത്ത് ഒരു ഷാർപ്പ് എൻഡ് പോർഷൻസ്, അതായത് 3 ഷാർപ്പ് എൻഡ് പോർഷൻസ് നൽകിയാണ് ഇതിൻ്റെ കൊമ്പ് വച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഇതിൻ്റെ ഗ്ലാസ് ആണ്. കാരണം നല്ലൊരു ബാക്ക് സൈഡ് മിറർ നല്ല രീതിയിൽ വിസിബിൾ ആയിട്ടുള്ളൊരു ഗ്ലാസ് നമുക്കിവിടെ കാണാം. നമ്മൾ ഈ മിറർ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ ആദ്യം കാണുന്നത് ഈ പാസഞ്ചർ ഡോറാണ്. നമുക്കറിയാം 2016 മോഡലിൽ എയർ സസ്പെൻഷനാണ്. അപ്പം എയറിൽ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ഡോറാണ്. കാരണം അകത്തുനിന്ന് മാത്രമേ ഡ്രൈവറിന് മാത്രമേ തുറക്കാൻ പറ്റൂ. അതൊരു സ്വിച്ചാണ്. നമുക്ക് ഡോറിൻ്റെ ബാക്കിലോട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം കാണാവുന്നത് ഫ്രണ്ട് വീലാണ്. അതിൻ്റെ മുകളിലായിട്ട് 2 LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടി ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ അല്ല, ഫിഷ് ലൈറ്റ് ആയിരുന്നു. ഇപ്പോൾ ഇത് മാറ്റി ഇവർ വണ്ടി വാങ്ങിച്ചതിന് ശേഷം ഇത് മാറ്റി പുതിയ 2 LED ലൈറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ബീഡിങ്, ഇത് വണ്ടി ഇറങ്ങി വരുന്ന സമയത്ത് ഇതൊരു റബ്ബറിൻ്റെ ആയിരുന്നു. ഇപ്പോൾ അത് അവർ മാറ്റി കുറച്ചുകൂടെ കുറച്ചുകൂടെ കട്ടിയുള്ളൊരു ഇത് വെച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഫസ്റ്റ് ടയറിന് പുറകിലോട്ട് വരുമ്പോൾ നമ്മൾ ഈ ആദ്യം കാണുന്ന പോർഷൻസ്, അതായത് വണ്ടിയുടെ AC ആണ്, AC-യുടെ എഞ്ചിനാണ്, ഈ സൈഡ് എഞ്ചിൻ വണ്ടിയാണ്. അപ്പോൾ സൈഡ് എഞ്ചിനാണ്. ഈ എഞ്ചിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഈ ഒരു ചെറിയ കമ്പാർട്ട്മെൻറ്റ് ഈ AC-ക്ക് വേണ്ടിയിട്ടുള്ള ബാറ്ററിയും അതിൻ്റെ ഇൻവെർട്ടറും വച്ചിരിക്കാനാണ്. ഇനി അതിൻ്റെ തൊട്ട് പിറകിലായിട്ടുള്ള കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഈ വണ്ടിയുടെ സ്പെയർ വീലും ടൂൾസും ബാക്കി സ്റ്റെപ്പിനെയൊക്കെ ജാക്കിയൊക്കെ വെക്കാനുള്ള സൗകര്യമാണ്. ഇനി നമ്മൾ ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട്, അതായത് ഈ ഒരു പോർഷൻ, അതായത് ജാക്കി വയ്ക്കുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്കിവിടെ ഒരു ഗാർഡ് ഗ്രില്ലില്ലാത്തൊരു പോർഷൻ കാണാം. ഇത് ഈ വണ്ടിയുടെ എമർജൻസി എക്സിറ്റ് ആണ്. കാരണം MVD-യുടെ ആദ്യം ഒരു 2010 വണ്ടികൾക്കൊന്നും ഈ ഗാർഡ് ഗ്രില്ലില്ല. കാരണം ഇപ്പോൾ MVD-യുടെ നിർദ്ദേശപ്രകാരം ഈ ഗാർഡ് ഗ്രില്ല് നിർബന്ധമാക്കി. ഇത് രണ്ടാമത് വെച്ചതാണ്. അപ്പോൾ അതിനുശേഷം നടുക്കായിട്ട് നമുക്ക് ഒരു പോർഷൻ കാണാം. ഇതിൻ്റെ എമർജൻസി എക്സിറ്റ് ആണ്. ഇനി തൊട്ട് ബാക്കിലോട്ട് വരുമ്പോൾ നല്ല രീതിയിലുള്ളൊരു വീൽ കപ്പ് ബാക്ക് വീലിന് കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിലുള്ള ഒരു വീൽ കപ്പ് ഈ വണ്ടി കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലൊരു പാർത്ഥസാരഥി ദ പെർഫെക്റ്റ് ട്രാവലിംഗ് പാർട്ട്ണർ എന്നൊക്കെ കൊടുത്ത് നല്ല രീതിയിലുള്ളൊരു ലോഗോയൊക്കെ കൊടുത്ത് ഇവിടെ സൈഡൊക്കെ നല്ല മനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പണ്ട് ബിസ്ക്കറ്റ് കച്ചവടമായിരുന്നു, ഇപ്പോൾ കോൺട്രാക്ട് കൺസ്ട്രക്ഷൻ. ചിലപ്പോൾ പണിയും ചിലപ്പോൾ പൊളിക്കും. നമുക്കിൻ്റെ ഈ വണ്ടിയുടെ ബാക്കിലെ വിശേഷങ്ങൾ പറയുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഒരു ബ്രേക്ക് ലൈറ്റാണ്. അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് 2 LED ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരെണ്ണം പാർക്ക് ലൈറ്റും
ഒരെണ്ണം ഇൻഡിക്കേറ്ററാണ്. അതായത് നമ്മൾ ലൈറ്റ് ഇടുമ്പോൾ ഒരെണ്ണം കത്തി നിൽക്കും, മറ്റേത് ഇൻഡിക്കേറ്ററായിട്ട് വർക്ക് ചെയ്യും. ഇനി അതിൻ്റെ താഴോട്ട് വരുമ്പോൾ ഇവിടെ ഒരു പ്രകാശം എന്ന് പറഞ്ഞ ഒരു എംബ്ലം, അതായത് പ്രകാശം എന്ന് തന്നെ എഴുതിയ ഒരു എംബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി താഴത്തെ ലൈറ്റുകളുടെ വരുമ്പോൾ 2 ബ്രേക്ക് ലൈറ്റ്, അതായത് ഒന്നാമത്തെയും മൂന്നാമത്തെയും ബ്രേക്ക് ലൈറ്റും, രണ്ടാമത്തേത് ലൈറ്റ് ഇടുമ്പോൾ നമ്മൾ സാധാരണ ഫ്രണ്ടിലെ ഹെഡ് ലൈറ്റ് ഇടുമ്പോൾ കത്തുന്നതും, അതിന് തൊട്ട് താഴെയായിട്ട് ഇൻഡിക്കേറ്ററും ഒരു റിവേഴ്സ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഇൻഡിക്കേറ്ററിന് ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്, രണ്ടും ഒരുമിച്ചാണ് ഇൻഡിക്കേറ്റർ കത്തുന്നത്. 2 സൈഡിലും അതുപോലെ 2 ഇൻഡിക്കേറ്റർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേകത എന്ന് പറയാവുന്നത് നല്ലൊരു ഒതുക്കം ഈ ഒരു മോഡലിൻ്റെ ആയിരിക്കാം, നല്ലൊരു ഒതുക്കം ഈ ഒരു വണ്ടിക്കുണ്ട്. ബാക്കിൽ നിന്ന് ഒരുപാടൊരു വലിയ ഒരു ഓവർ ആകാത്തൊരു വലിപ്പം, ഒരു ഒതുങ്ങിയ ഒരു വലിപ്പവും ഈ വണ്ടിക്ക് പറയാം. നമ്മൾ ഇതിൻ്റെ വണ്ടിയുടെ ബാക്കിലോട്ട് വരുമ്പോൾ ആദ്യം കാണുന്ന ഒരു നമ്പർ പ്ലേറ്റ് ആണ്. അതിന് തൊട്ട് താഴെയായിട്ട് 2 ഇൻഡിക്കേറ്റർ, അതായത് വണ്ടിയുടെ ലൈറ്റ് ഇടുമ്പോൾ എപ്പോഴും കത്തി നിൽക്കുന്ന രീതിയിലുള്ള 2 ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി കാണാവുന്നത് ഗാർഡ് ഗ്രില്ലോട് കൂടിയ ഒരു എമർജൻസി എക്സിറ്റ് ആണ്. ഇത് നമുക്കറിയാം എല്ലാ വണ്ടിയിലും പോലെ തന്നെ അതിൻ്റെ ഈ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുന്നു, ലിവർ താത്തുന്നു, ഇത് തുറന്ന് നമുക്ക് ആൾ ഇറക്കാം. ഇനി അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ വണ്ടികളെ അപേക്ഷിച്ച് ഒരു പടി കുറവാണ്. കാരണം ഇപ്പോഴത്തെ പുതിയ വണ്ടികളിൽ 3 പടി വരുന്നുണ്ട്, ഇവിടെ 2 പടിയേ കൊടുത്തുള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ വണ്ടികളുടെ അത്രയും പൊക്കം ഈ വണ്ടിക്ക് പറയില്ല, കാരണം ഇത്രേ പൊക്കമേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു ലഗേജ് കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഈ ലഗേജ് കമ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിലായിട്ട് നമുക്ക് കാണുന്നത് ബാക്കിൽ ടയറാണ്. ഈ ടയറിൻ്റെ ഫ്രണ്ടിലായിട്ട് വണ്ടിയുടെ ഡീസൽ ടാങ്ക് നമുക്ക് കാണാം. 350 ലിറ്റർ തന്നെയാണ് ഈ വണ്ടിക്കും ഡീസൽ ടാങ്ക് വരുന്നത്. കാരണം നമുക്കറിയാം ഏതൊരു വണ്ടി ആയിരുന്നാലും ഡീസൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി ഒരു അശോക് ലേലാൻഡിൻ്റെ വണ്ടിക്ക് 350 ലിറ്റർ തന്നെയാണ്. ഇവിടെയും ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അത്യാവശ്യം ഡ്രൈവറുടെയും വണ്ടിയുടെ കിളിയുടെയൊക്കെ സാധനങ്ങൾ വയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കമ്പാർട്ട്മെൻറ്റ് ഇവിടെയുണ്ട്. ഇനി ഈ വണ്ടിയുടെ അല്ലെങ്കിൽ ഈ പാർത്ഥസാരഥി എന്ന് പറയുന്ന വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് ഈ ഒരു വണ്ടിക്ക് ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു. ഈ വണ്ടി എപ്പോഴാണോ വാങ്ങിച്ചുകൊണ്ട് വന്നത് ആ സമയത്ത് ഇവർക്കൊരു പ്രത്യേക ഡിസൈൻ ഉണ്ടായിരുന്നു, നല്ല ആരാധകരുണ്ടായിരുന്നു. അപ്പോൾ ആ ഡിസൈൻ നമുക്കിവിടെ സൈഡിൽ സ്ക്രീനിൽ കാണിക്കാം. പക്ഷേ MVDയുടെ നിയമപ്രകാരം ഈ ഡിസൈൻ ഇവിടെ പാടില്ല, ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിയമം വന്നപ്പോൾ അവർ ഫുൾ അത് മാറ്റുകയും ഇപ്പോൾ ഒരു പെർഫെക്റ്റ് വൈറ്റ് ഫിനിഷിൽ അവരുടെ പേരും അവരുടെ ഒരു ലോഗോ അല്ലെങ്കിൽ ഒരു ട്രെൻഡി ലൈൻ, ദ പെർഫെക്റ്റ് ട്രാവലിംഗ് പാർട്ട്ണർ എന്നൊരു ട്രെൻഡി ലൈൻ മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ. എന്നിരുന്നാലും നല്ല രീതിയിലുള്ള ഒരു ഫോണ്ട് കൊടുത്ത് ആ പാർത്ഥസാരഥി എന്ന് പറഞ്ഞ പേരിനെ അട്രാക്റ്റീവ് ആക്കിയതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു സൈഡിൽ നല്ല രീതിയിലുള്ള ഈ 3 പേര് കൊണ്ട് അവർ ഇത് നിറയ്ക്കുകയും ചെയ്തു. അതിലൊരു നല്ലൊരു വിജയം കാണുകയും ചെയ്തു. നമുക്കിനി ഈ വണ്ടിയുടെ അകത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് ഡ്രൈവിംഗ് സീറ്റിലേക്ക് നോക്കാം. നമ്മളിപ്പോൾ പാർത്ഥസാരഥി ബസ്സിൻ്റെ ഒരു ഡ്രൈവിംഗ് സീറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല അത്യാവശ്യം വിസിബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് പൊസിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ വണ്ടികളിൽ കുറച്ച് ബാക്കിലോട്ട് മാറിയാണ് ഈ ഡ്രൈവിംഗ് പൊസിഷൻ കൊടുത്തത്. പക്ഷേ ഇതിന് കറക്റ്റ് നമുക്ക് ഫ്രണ്ട് ഇവിടെ ഇരുന്ന് തന്നെ ഫ്രണ്ട് കാണാവുന്ന രീതിയിലാണ്, ഇതിൻ്റെ വിസിബിലിറ്റി ഉള്ള രീതിയിലാണ് ഇതിൻ്റെ ഡ്രൈവിംഗ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു കർവ് പൊസിഷൻ്റെ വലിയ ആവശ്യമൊന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കർവിങ് അവിടെ കൊടുത്തിട്ടില്ല. പിന്നെ നല്ലൊരു വിസിബിലിറ്റി എന്ന് പറയുന്നത് കൊമ്പ് കുറച്ച് ഇടത്തോട്ട് വന്നിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ വിസിബിലിറ്റി നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും ബാക്കിൽ. അതുപോലെ നല്ല വിസിബിൾ ആയിട്ടുള്ള 2 മിററും വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീറ്റർ കൺസോൾ പറയുമ്പോൾ ബാക്ക് എയറും ഫ്രണ്ട് വേവിളറുമാണ്. ഇനി നമുക്ക് ഓരോ ഈ സൈഡ് എഞ്ചിൻ്റെയും ബാക്കി ഓരോ മീറ്റർ കൺസോളിൻ്റെയും പരിചയപ്പെടാം. നമുക്കിതിൻ്റെ ആദ്യം കാണുന്നത് AC-യുടെ സ്വിച്ചും ബാക്കി ഇൻഡിക്കേഷനൊക്കെയാണ്. ഇവിടെ അതിൻ്റെ AC-യുടെ അളവും ബാക്കി എത്ര മണിക്കൂർ ആയി എന്നുള്ളതിൻ്റെയും കാണിക്കുന്നുണ്ട്. ഇത് AC-യുടെ കൂളിങ്ങും AC കൂട്ടാനും കുറയ്ക്കാനുള്ളതിൻ്റെയൊക്കെ മോഡും ബാക്കി മാറ്റുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഒരു റിവേഴ്സ് ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മീറ്റർ കൺസോളിൻ്റെ ആദ്യം എഞ്ചിൻ്റെ ഹീറ്റിൻ്റെ ഇതാണ്. തൊട്ടടുത്തായിട്ട് കിലോമീറ്റർ അവറും അതിന് തൊട്ടടുത്ത് RPM കാണാം. തൊട്ടടുത്തായിട്ട് ഇവിടെ ഫ്യൂൽ ഗേജ് കാണാം. ഇനി അതിന് തൊട്ട് ബാക്കിലേക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് ബാറ്ററി വോൾട്ടിൻ്റെ ഇത് കാണാം. ഇനി 2 എയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് ബ്രേക്കിൻ്റെതും ഒന്ന് നമ്മുടെ വണ്ടിയുടെ ബാക്ക് എയറിൻ്റെതുമാണ്. ഈ കാണുന്ന സ്വിച്ച് നമുക്ക് ഡോറ് തുറക്കാനും അടയ്ക്കാനുള്ളതാണ്. നമുക്കിങ്ങനെ ആക്കുമ്പോൾ ഡോറ് അടഞ്ഞു വരും. ഇനി തിരിച്ചാണ് ഈ സ്വിച്ച് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഒന്ന് വർക്ക് ചെയ്തപ്പോൾ സ്വിച്ച് തുറക്കുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചത്. നമുക്ക് കാണാം എൻജിൻ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. കാരണം ഇത് ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും വർക്ക് ചെയ്യില്ല. തൊട്ടടുത്തായിട്ട് ലൈറ്റ് സ്വിച്ച് നമുക്ക് കാണാം. ഈ വണ്ടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ്. പക്ഷേ നമുക്ക് വൈപ്പറിൻ്റെയും മറ്റ് സ്വിച്ചുകളൊക്കെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഹോണ്, വൈപ്പർ, സ്വിച്ചുകളൊക്കെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ചെറിയ ലൈറ്റിൻ്റെയൊക്കെ സ്വിച്ചുകളാണ്. പക്ഷേ എല്ലാ വണ്ടിയിലും പോലെ
സീറ്റിൻ്റെ ഇവിടെ വലതുവശത്ത് തന്നെയാണ് ഹാൻഡ് ബ്രേക്കിൻ്റെ പൊസിഷൻ നൽകിയിരിക്കുന്നത്. അതായത് 6 ഗിയർ ഫ്രണ്ടിലോട്ടും ഒരു റിവേഴ്സ് ഗിയറും നല്ല രീതിയിലുള്ളൊരു എന്താ സീറ്റിംഗ് പൊസിഷനോട് ചേർന്നുകൊണ്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ഗിയർ പൊസിഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 2016 ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു മോഡൽ ഒരു ക്യാബിൻ, നല്ലൊരു DJ മിക്സറും ഒരു മിക്സറൊക്കെ വെച്ച് നല്ല രീതിയിൽ തന്നെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. നമുക്കിനി ഈ വണ്ടിയുടെ അകത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇനി അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഒരു എയർ സർക്കുലേഷൻ്റെ ഒരു ഇതുണ്ട് തൊട്ട് മുകളിലായിട്ട്. അഥവാ വണ്ടി ഓഫ് ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് എയർ സർക്കുലേഷൻ വരണോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംബന്ധിച്ച് പെട്ടെന്ന് തുറന്ന് പോകാനോ ഒക്കെ ഉള്ള രീതിയിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പാർത്ഥസാരഥി ബസ്സിൻ്റെ വണ്ടിക്ക് അകത്താണ് നിൽക്കുന്നത്. നമുക്ക് ആദ്യമേ പറയേണ്ടത് ഇവിടെ ഒരു 32 ഇഞ്ചിൻ്റെ TV വെച്ചിട്ടുണ്ട്. തൊട്ട് താഴെ ഫ്രണ്ടിലോട്ട് കാണാവുന്ന രീതിയിലുള്ള ഒരു ഗ്ലാസ് പോർഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ പിടിച്ചിരിക്കാനുള്ള ഒരു ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് 2 ചാർജർ പോർട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു റെഡ് തീമോടെയാണ് ഇതിൻ്റെ മുകളിലത്തെ റൂഫ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു എന്താ പറയുക, മുകളിലത്തെ ഒരു എയർ ഫ്ലോയ്ക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ എമർജൻസി എക്സിറ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരിതുണ്ട്. അവിടെ തന്നെ വലിയ ഒരു 2 ഗ്രില്ല് ഗാർഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ ഈ പാർത്ഥസാരഥി ബസ്സിനകത്ത് ഇവരെ ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമുക്കിവിടെ ഒരു സാധനം കാണാം. നമുക്കിവിടെ ഒരു അടിപൊളി ഫ്രിഡ്ജ് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല രീതിയിൽ, കാരണം ഇപ്പോഴത്തെ വണ്ടികളിലൊക്കെ കൂളറാണ് സെറ്റ് ചെയ്യുന്നത്, പക്ഷേ ഇവിടെ നല്ലൊരു ഫ്രിഡ്ജ്, മരുന്നും ബാക്കി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ, അഥവാ എന്തെങ്കിലും മരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് വെള്ളം തണുക്കാനോ വയ്ക്കണമെങ്കിലുള്ള ഒരു ഫ്രിഡ്ജ് ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കൊള്ളാം. അത് സാധാരണ രീതിയിൽ ഈ ഒരു സീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ സാധാരണ ഇരിക്കാനും അതിൻ്റെ അടിയിൽ എന്തെങ്കിലും സ്റ്റോറേജ് സാധനമായിട്ട് വെച്ചിരിക്കുന്നു. ഇവിടെ അത് ഒരു ഫ്രിഡ്ജായിട്ട് മിനി ഫ്രിഡ്ജ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിനി സീറ്റുകളുടെ പൊസിഷൻ നോക്കുമ്പോൾ നല്ല നല്ല ഫ്ലൂയിഡിക് ആയിട്ടുള്ളൊരു 2 തീമോട് കൂടിയ ഒരു ബ്ലൂവും നേവി ബ്ലൂവും ഒരു ഓറഞ്ച് കളർ തീമായിട്ടുള്ളൊരു സീറ്റ് ഹെഡ് റെസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കംഫർട്ടബിൾ കിട്ടും, നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റും അതുപോലെ ഈ നല്ല രീതിയിൽ എയർ സർക്കുലേഷനുള്ള ഗ്ലാസ്സുമാണ് നല്ല ചെയ്തിരിക്കുന്നത്. ഒരു മ്യൂസിക് സിസ്റ്റം ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. എന്താ പറയുക, സീറ്റിംഗ് പൊസിഷനും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ലെഗ് സ്പേസോട് കൂടിയ സീറ്റിംഗ് പൊസിഷനും നൽകിയിട്ടുണ്ട്. പിന്നെ ഈ സീറ്റ് എപ്പോഴും പറയാനുള്ളൊരു പ്രത്യേക ഫീലാണ് ഈ സീറ്റിലിരുന്ന് മുന്നോട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ സീറ്റിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത്. അത്രയും സ്നേഹിക്കുന്ന ആൾ അതൊരു ടൂറിസ്റ്റ് പ്രേമി കൂടെ ആണെങ്കിൽ അയാൾക്ക് ഈ സീറ്റിനോട് എപ്പോഴും ഒരു പ്രത്യേക ഇഷ്ടം തന്നെയായിരിക്കും. സോ ഇവിടെ ഈ ഒരു സീറ്റിൻ്റെ കംഫർട്ടബിലിറ്റി, ഈ ഒരു സീറ്റിൻ്റെ ഫീലിങ്ങും അത് വേറെയാണ്. ഇവിടെ ഇനി സീറ്റുകൾ തമ്മിലുള്ള അകലം അത്യാവശ്യം നല്ലൊരു, ഇപ്പം വണ്ണം ഉണ്ടെങ്കിലും വണ്ണം ഇല്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ പാസ് ചെയ്ത് പോകാവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ഈ സീറ്റുകളുടെ അകലം ഈ പ്രകാശ് ബോഡിക്കാർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഫാനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് പാർത്ഥസാരഥി ബസ്സിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ. നമ്മളിന്ന് പാർത്ഥസാരഥി ബസ്സിൻ്റെ റിവ്യൂ കണ്ടു. ഈ വണ്ടി റിവ്യൂ ചെയ്യാനായിട്ട് ഇതിൻ്റെ ഡ്രൈവറായ മനോജ് ഞങ്ങളെ നല്ല രീതിയിൽ സഹായിച്ചു. എന്തോ ക്യാമറയുടെ മുമ്പിലായിട്ട് വരാൻ പുള്ളിക്ക് ഒരു ചമ്മലായതുകൊണ്ട് വന്നില്ല. സോ നല്ലൊരു നന്ദി മോഗ്ര വ്ളോഗേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് പറയണം. അപ്പം അടുത്ത വീഡിയോയിൽ വേറൊരു ഐഡിയയുമായിട്ട് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ വരും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ്. ഞങ്ങളുടെ വീഡിയോ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ ബൈ.